നിങ്ങൾക്ക് വാട്ടർമാർക്കുള്ള ഇമേജസ് പലതും പെയ്ഡ് ഇമേജസ് ഇഫ് യു ഹാവ് സം കൈൻഡ് ഓഫ് വാട്ടർമാർക്ക് ഇഫ് യു നീഡ് ടു യൂസ് ദാറ്റ് വാട്ടർമാർക്ക് റിമൂവർ .ai എന്ന് പറയുന്ന AI ടൂൾസ് ഉണ്ട്. നമുക്ക് അതിന്റെ എല്ലാം ഡെമോസ് അങ്ങോട്ട്, കാരണം ടൈം കൺജസ്റ്റഡ് ആകുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. You can do just upload those files and you can remove the watermark entirely. AI will do those things. And ഈ പറയുന്ന ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ട്രൈ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് തരും. ഇതിനകത്തേക്ക് സ്വൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ, ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് ഇതിനകത്ത് I don't have any photos here. Okay. നെറ്റിന്റെ ഒരു ഇഷ്യൂ ആണ്, എന്നാലും നമുക്ക് വരുമ്പോഴേക്കും വെക്കാം. ആ കാണിച്ച വെബ്സൈറ്റിലേക്ക് നമുക്ക് വി ക്യാൻ അപ്ലോഡ് ദ ഫയൽസ് ആൻഡ് ഡീഫേക്ക് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ അതിലേക്ക് ഇമേജ്, ഒരു ഫോട്ടോഷോപ്പ് എക്സ്പെർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. അതിലേക്ക് ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ഫേസുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്യും. ആൻഡ് യു ക്യാൻ അപ്ലോഡ് എനി ഫോട്ടോ യു നീഡ്. അച്ഛാ നമുക്കൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഞാൻ അതായിരുന്നു ഡെമോ ചെയ്യാന്ന് വിചാരിച്ച, ക്രിക്കറ്റ് ടീമിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു, അതിലെ ഫേസുകൾ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിക്കറ്റ് ടീമിലേക്ക് ഞാനുള്ള രീതിയിലെ ഫോട്ടോ അപ്പോൾ തന്നെ നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. ജസ്റ്റ് നെറ്റ് വരുമ്പോൾ നെറ്റിന്റെ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് ഓക്കെ, നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. നെറ്റ് പോകുന്നു. ജസ്റ്റ് അപ്ലോഡ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടുന്ന ഫേസുകൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഓരോ ഫേസും ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് എൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെ ഞാൻ അവിടെ രോഹിത് ശർമ്മയെ സെലക്ട് ചെയ്യുന്നു, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ആ രണ്ട് ഫോട്ടോസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുന്നുണ്ട്, കാരണം ഒട്ടും തന്നെ മാച്ചിങ് അല്ല. എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ മാച്ചിങ് അല്ല. ആൻഡ് എന്തുമാത്രം ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ഇതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഐ ക്യാൻ ജസ്റ്റ് റീജനറേറ്റ് ദോസ് തിങ്സ്. എനിക്ക് മാച്ച് ആവുന്ന അവിടം വരെ റീജനറേറ്റ് ചെയ്ത് എനിക്ക് ക്രിക്കറ്റ് ടീമിൽ വരാം. ആൻഡ് ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ നീഡ്. ഇറ്റ്സ് ഗെറ്റിംഗ് മച്ച് മോർ ബെറ്റർ. or do something like that. എനിക്ക് എപ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്നോ ഐ ക്യാൻ ഡൗൺലോഡ് ദോസ് തിങ്സ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു മുമ്പൊരു ടെക്നീഷ്യൻ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പ് ഡെവലപ്പർ വളരെ മണിക്കൂറുകൾ എടുത്ത് ഒരാളുടെ ഫോട്ടോ മാറ്റി വരുന്നു. അതിന് പകരം ഡീപ് ഫേക്ക് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമ്മളെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക, ക്ലോൺ ചെയ്യുക എന്തുമാത്രം പവർഫുൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ വോയിസ് ഉൾപ്പെടെ അത് എന്ത് തന്നെയാലും ഇവിടെ ഒരു ഡെമോ ഇല്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി അങ്ങോട്ട് വരുന്ന സെക്ഷനിൽ ലൈവായിട്ട് നിങ്ങളുടെ വോയിസ് എടുത്തുകൊണ്ട് അത് നിങ്ങളെ കൊണ്ട് ലോകത്തെ എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് സംസാരിപ്പിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ രാവിലെ സംസാരിച്ചൊരു ടോപ്പിക്, ഈ ഒരു സൈബർ വേൾഡിൽ നമ്മൾ എന്തുമാത്രം സേഫ് ആണ്. ഇഫ് യു ഐ വാണ്ട് ടു ഫയൽ എ കേസ് അഗൻസ്റ്റ് യു, നിങ്ങളുടെ ഒരു ചെറിയ ഇമേജ് ഇല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ നിങ്ങളെ എവിടെ വേണമെങ്കിലും വെക്കാം. ആൻഡ് ഇന്ന് വരെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ, കാരണം ഈ ഒരു മോഡേൺ ടെക്നോളജി വന്നിട്ട് അധിക കാലമായിട്ടില്ല, ആൻഡ് അതുകൊണ്ട് തന്നെ ലീഗലി ഇത് പ്രൂവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഇല്ല.
ഈ ഒരു ഫോട്ടോയായിട്ട് ഞാൻ വരുമ്പോൾ ഓക്കെ ഇത് സിമിലർ ഫോട്ടോയാണ്, മാച്ചിങ് ഫോട്ടോയുണ്ട്, പക്ഷേ ഞാൻ പുതിയതായിട്ട് ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പബ്ലിക്കലി അവൈലബിൾ അല്ലാത്ത ഒരു ഫോട്ടോയിൽ എൻ്റെ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ ഇന്ന് ഒരു മെത്തേഡും ഇല്ല, ഒരു സയന്റിഫിക് റിസർച്ച് ഇല്ല, നത്തിങ് ദർ. സോ ദർ ഇസ് എ സ്പേസ്. ആൻഡ് ഞാൻ ഉൾപ്പെടെ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂട്ടിലൈസ് ചെയ്യാം. ദർ ഇസ് എ ഗ്യാപ്പ്, വി ക്യാൻ സെൽ സംതിങ് ഓർ വി ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ് ദർ. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് നമുക്കൊരു ടീ ബ്രേക്കിലേക്ക് വിട്ട് ഫൈൻ. ആൻഡ് ഈ ഇമേജ് ജനറേഷനിൽ എന്തെങ്കിലും ക്ലാരിറ്റീസ് കുറവുണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ദീസ് ആർ നോട്ട് ദ ടൂൾസ്, കാരണം ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള മിഡ് ജേണി ഇതിന്റെ ഒരു 1000 times ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 1000 times എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കാണ്ട് ആൾസോ ഐഡന്റിഫൈ ദോസ് തിങ്സ്. നിങ്ങളുടെ ഇമേജ്, കാരണം നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അത്ര പവർഫുൾ ആണ്. ആൻഡ് യു ക്യാൻ ട്രൈ ഓൾ ദോസ് തിങ്സ്, ബ്ലൂ വിൻഡോ, സംതിങ് ലൈക്ക് ദാറ്റ്. എല്ലാത്തിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പ്രോഡക്റ്റ് ഓർ എനി കൈൻഡ് ഓഫ് ഹാർഡ് മെറ്റീരിയൽ. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഇഫ് യു ഹാവ് എ പെർഫ്യൂം ഓർ എനി കൈൻഡ് ഓഫ് ബിസിനസ്, അപ്പൊ അതിലേക്ക് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ ഒരു ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിന് വേണ്ടുന്ന ഒരു AI ആണ് ഈ കാണുന്ന ഫ്ലയർ. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും റീഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത 1-2 ആഡുകളാണ് ഈ കാണുന്നത്. അതിൽ ബ്രാൻഡുകൾ വെക്കാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് നിങ്ങൾ ഈ കാണുന്ന ഇമേജസ് എല്ലാം തന്നെ നിങ്ങളുടെ എന്ത് ഇമേജസും ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഈ താഴെ കാണുന്ന ഫോട്ടോസ് ആണ്. അതിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് എഡിറ്റ് ചെയ്യുക. ഇവിടെ അപ്ലോഡ് പ്രോഡക്റ്റ് ഫോട്ടോ, ഇതൊക്കെ ഞാൻ ഇല്ലെങ്കിൽ ഇതിനകത്തുള്ളതാണ്. നമ്മൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ ഉള്ള ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആൻഡ് ജസ്റ്റ് സെലക്ടിങ് ദോസ് തിങ്സ്. ആൻഡ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ക്യാൻവാസിനകത്ത് പ്ലേസ് ചെയ്ത് നമ്മുടേതായ രീതിയിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ ഇമേജ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന പ്രോംപ്റ്റ് എന്താണ് എന്ന് നമുക്ക് എക്സാക്ട്ലി കൊടുക്കാൻ പറ്റും. ആൻഡ് ഇഫ് വി നീഡ് എനി കൈൻഡ് ഓഫ് എലമെന്റ്സ്, നമുക്ക് ആ എലമെന്റുകളും ഓപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ എലമെന്റ് ഓപ്റ്റ് ചെയ്തു. അതിനെ ഞാൻ ചെറുതാക്കി ഇവിടെ വെച്ചു. ആൻഡ് ജനറേറ്റിലേക്ക് ഞാൻ തിരിച്ചു വന്ന് ജനറേറ്റ്. ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്രെഡിറ്റ്സ് അവൈലബിൾ അല്ല, ഞാൻ വേറെ ലോഗിനിലേക്ക് എത്താം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മുടെ ആഡ് സിമിലർലി ജനറേറ്റ് ആയി വരും. ജസ്റ്റ് നമുക്ക് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ്. ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് വേണ്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് ഒരു ഇമേജ് എടുക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് എന്തുമാത്രം ബെറ്റർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും, മീൻസ് നിങ്ങൾക്ക് വേണ്ടിയാവാം, നിങ്ങളുടെ ഇതായിരിക്കാം. കാരണം ഹോസ്പിറ്റാലിറ്റി ആണ് നിങ്ങൾ എന്നറിയാം. ബട്ട് മേ ബി കാരണം ചില കാർഡമൻ പോലുള്ള പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നവരുണ്ട് ഹോട്ടൽസിൽ. അതിനെല്ലാം എങ്ങനെ ബ്രാൻഡ് ചെയ്യും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് ജസ്റ്റ് ഒരു ഫൺ ഇവന്റ് ആയിട്ട് കണ്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ?
just yeah, right. Yeah, yeah, you need to pay, or just you can change the email, that's all. Yeah, yeah, because നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ഫോർ 10 times or നമ്മുടെ പേഴ്സണൽ പർപ്പസിൽ. ഇഫ് യു ആർ ഡൂയിങ് വി ആർ ഡൂയിങ് ഇറ്റ് ആസ് എ പ്രൊഫഷണൽ വർക്കർ, വി ക്യാൻ ജസ്റ്റ് പർച്ചേസ് ദ ലൈസൻസ്. ഇതിലേക്ക് ഇമേജസ് നിങ്ങൾ ഗൂഗിൾ ചെയ്തെടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് പെർഫെക്റ്റ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. എന്തെങ്കിലും കൺഫ്യൂഷൻ? Yeah, when you are uploading the product, it will automatically ask you if you it need to clear the background. Yeah, it will be very realistic in any kind of thing, because you can off the background, any kind of things. In assets you can upload the file. If you have any files, you can upload or just download those things, like anything, soap, curry powder, anything you can just do. Any confusions? Okay. We are discussing it with our own personal email. Yeah. How safe it is? Never. It's never safe. Somebody came out with a solution. Like പുതിയൊരു ഐഡി ക്രിയേറ്റ് ചെയ്ത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ. അതിന് വേണമെങ്കിൽ ജനറൽ ആയിട്ട് ആൻസർ പറയാം. ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം, വാട്ട് ടു സേ, യു ആർ സൈൻ അപ്പിംഗ് ടു ദീസ് AI വിത്ത് യുവർ ജിമെയിൽ. അപ്പോൾ എന്തുമാത്രം സേഫ് ആണ് എന്നാണ് ചോദിച്ചത്. അതിൽ ഒരിക്കലും തന്നെ സേഫ് അല്ല. ആൻഡ് വൺ മോർ തിങ്, ഗൂഗിളിന്റെ പോളിസീസ് എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ്, ഫയൽസ്, എവറിത്തിങ് ഗൂഗിൾ ഹാവ് ആക്സസ് റൈറ്റ് നൗ. ആൻഡ് ഗൂഗിളിനകത്തേക്ക് ഗൂഗിളിന്റെ AI നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സേവ് ചെയ്ത ഏതെങ്കിലും ഡോക്യുമെന്റിനകത്ത് ഡീറ്റെയിൽസ് ചോദിച്ചാൽ പോലും ഗൂഗിളിന്റെ AI നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ദർ ഈസ് നത്തിങ് ലൈക്ക് ദ പ്രൈവസി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓൾറെഡി മറ്റൊരു വ്യക്തി നിങ്ങൾ അടുത്തുള്ള ആൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. എവറിത്തിങ് ഈസ് അനലൈസ്ഡ് ബൈ ഗൂഗിൾ. ആൻഡ് ആ ഓപ്ഷൻസ് ഇപ്പം ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലും എല്ലാത്തിലും തന്നെ വന്നിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ആസ്ക് ദ സ്പ്രെഡ്ഷീറ്റ് ഫോർ ജനറേറ്റ് സം കൈൻഡ് ഓഫ് ഡേറ്റ. ഇറ്റ് വിൽ ആൾസോ ഡു ദാറ്റ്. ഇഫ് യു നീഡ് എനി കൈൻഡ് ഓഫ് ഡു എനി കൈൻഡ് ഓഫ് മാത്ത്, യു ക്യാൻ ജസ്റ്റ് ആസ്ക് ദി ഗൂഗിൾസ് AI. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഡു ദോസ് തിങ്സ്. നിങ്ങൾക്ക് പഴയ കണക്ക് ഫോർമുലാസ് ഒന്നും തന്നെ കാണാതെ പഠിച്ച് വെക്കേണ്ട കാര്യമില്ല. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഇവിടെ കുറച്ച് എന്ന് വെച്ചാൽ ഇമേജ് ജനറേഷൻ, ചാറ്റ്, അങ്ങനെയുള്ള കുറച്ച് ടൂൾസിന്റെ പേര് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് തരും. കാരണം നമ്മളിവിടെ നോക്കുമ്പോഴേക്കും ChatGPT മാത്രമാണ് എടുത്തത്. ChatGPT ആണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല, Claude 2 എന്ന് പറയുന്ന AI ആണ് എൻ്റെ അറിവിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾക്കൊരു 1000 പേജുള്ള ഒരു PDF അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിച്ചാൽ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം. ഇറ്റ് ഹാവ് 2 lakh ടോക്കൺസ്. ChatGPTക്ക് ഇപ്പോഴും മാക്സിമം GPT-4ന് 32K ടോക്കൺസ് ആണ് അലൗഡ്. 2 lakh ടോക്കൺസ് മീൻസ് നിങ്ങൾക്ക് അത്രമാത്രം കോണ്ടെക്സ്റ്റ് സംസാരിക്കാൻ കഴിയും. Cloud CLOUDE, Cloud 2 CLOUDE 2. No, let number 2, that's. ആൻഡ് അതിനോടൊപ്പം തന്നെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ ബേസ് ചെയ്ത ഡേറ്റ ആണെങ്കിൽ ഗൂഗിളിന്റെ ബാഡ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബിങ് ചാറ്റ് യൂസ് ചെയ്യാം. ആൻഡ് എ ലിസ്റ്റ്, നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും. സോ ഈ ഓരോന്നിലും ഇത് ബെസ്റ്റ് എന്നല്ല, ജസ്റ്റ് ആൻ എക്സാമ്പിൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. Cloud 2 CLOUDE CLOUDE Cloud letter 2, number 2. Yeah.
ഇറ്റ് ഈസ് മെയിൻലി ഫോർ ഈ ക്ലൗഡ് 2 മെയിൻലി ഫോർ റിസർച്ച് പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് റിസർച്ച് പേപ്പർ ഒരു 10 റിസർച്ച് പേപ്പർ ഒരുമിച്ച് ആക്കിയിട്ട് നിങ്ങളുടേതായ പ്രബന്ധം ഡെവലപ്പ് ചെയ്യണോ, യു ക്യാൻ ജസ്റ്റ് അപ്ലോഡ് ദോസ് തിങ്സ് ആൻഡ് കൺസോൾഡേറ്റ് ചെയ്ത് യു ക്യാൻ മേക്ക് യുവർ ഓൺ തിങ്സ്. Okay, fine. And just generate button. And ഇതൊന്ന് ക്ലോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓക്കെ കണ്ടിന്യൂ കൊടുത്ത് ഫിനിഷ് ചെയ്താൽ മതി. ഇതാണ്ടേ ദ ജനറേറ്റഡ് ഇമേജസ് വിൽ ബി കം ദെയർ ആഫ്റ്റർ ദിസ് 100% യു വിൽ. ഇത് ഡൺ കൊടുത്താൽ മതി. ഇതാണ്ട് ഇത് നേരത്തെ ബട്ടർഫ്ലൈ എടുത്ത് വെച്ച് നമ്മൾ ജനറേറ്റ് ആയതാണ്. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് 90 വിത്ത് ദോസ് തിങ്സ്. അത് എനിക്കൊന്ന് ഓവർലാപ്പ് ആയതാണ്, ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ജനറേറ്റ് ഇല്ലെങ്കിൽ ആ പ്രോംപ്റ്റ് അതനുസരിച്ച് മാറിക്കിടക്കുകയായിരിക്കും. ജനറേറ്റിലേക്കൊന്ന് വന്ന് നമ്മൾ ആ പ്രോംപ്റ്റില്ലേ, വി ക്യാൻ ജസ്റ്റ് ഓൺ ദ ബോട്ട്, ആ പ്രോംപ്റ്റുകളൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. ഓടെ ബോട്ടിലാണോ എവിടെയാണ് അത് വേണ്ടുന്നത്? cloud2.fi ആണ്. അല്ല, ക്ലൗഡ് 2 ഫസ്റ്റ് ലിങ്ക് ആണ്. ക്ലൗഡ് 2 DE ദാറ്റ് വൺ CL. ഓക്കെ ഫൈൻ. ക്ലൗഡ് 2 അല്ല, ഇത് എല്ലാം ഷെയർ ചെയ്യും, ഡോണ്ട് വറി. ആ ആൻഡ് ഇതെല്ലാം നോക്കി വന്നെങ്കിൽ, കാരണം നമുക്ക് അടുത്ത ഒരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ആൻഡ് നെക്സ്റ്റ് തിങ് SEO എന്ന് പറയുന്ന കണ്ടന്റ് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കൺസെപ്റ്റുകൾ കാണിക്കാം. അതിനു മുമ്പ് തന്നെ നമുക്ക് SEO ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സൊല്യൂഷൻ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ChatGPT-യിൽ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ ചോദിക്കാൻ പറ്റും എന്താണ് ഡിഫറൻസ്, ഇല്ലെങ്കിൽ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഡു ആൻ SEO, വാട്ട് ആർ ദ തിങ്സ് ഐ നീഡ് ടു ഡു, or if you need a set of keywords you can generate those things from ChatGPT. and അവിടെ നമ്മൾ വർക്ക്ഷോപ്പിൽ തന്ന അതേ ടോപ്പിക്, കാരണം ഇവിടെ ഷെയർ ചെയ്തപ്പോൾ ജസ്റ്റ് എ മിനിറ്റ്, SEO-യിൽ നമ്മൾ എടുത്തത് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന സിലബസ് അതാണ്. ആൻഡ് ഇഫ് ഐ നീഡ് ഐ ക്യാൻ ജസ്റ്റ് ഗീവ് ദോസ് തിങ്സ്. ആ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെ ഇത് ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ChatGPT തരും. ഈ ഒരു കണ്ടന്റ് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ChatGPT-യുടെ അടുത്ത് അങ്ങോട്ടേക്ക് തന്നെ ചോദിക്കാൻ പറ്റും എന്ത് കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്ത് മെറ്റാ ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ഇവിടെയാണ് നമുക്ക് അടുത്ത ChatGPT-യും ബാഡ് ഗൂഗിളിന്റെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരുന്നത്. ദിസ് ഈസ് ഗൂഗിളിന്റെ ബാഡ് ആണ്. അപ്പൊ ഈ ഒരു ടൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 2 വെബ്സൈറ്റുകളുടെ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന www.xyz ആണ്. ആൻഡ് നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്ററുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. യു ക്യാൻ ഡയറക്ട്ലി ഗീവ് ടു ദിസ് ഗൂഗിൾ ബാഡ് ആൻഡ് സേ ടു കമ്പയർ ദോസ് തിങ്സ് ആൻഡ് ഗെറ്റ് മീ ദ സജഷൻസ്. അപ്പോൾ ഇത് ഗൂഗിളിന്റെ മാത്രം ഫീച്ചറാണ്, കാരണം നമ്മൾ SEO മെയിൻലി എപ്പോഴും ചെയ്യുന്നത് ഗൂഗിളിന്റെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് ഗൂഗിൾ ബാഡിന് നമുക്കിത് കമ്പയർ ചെയ്ത് തരാൻ പറ്റും. ആൻഡ് അടുത്ത ഏറ്റവും ബെറ്റർ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ബിങ് ചാറ്റ് ആണ് ഇപ്പോൾ ലൈവായിട്ട്. സോ ബിങ് ചാറ്റിലേക്കും നിങ്ങൾക്ക് വന്നുകൊണ്ട് ഇതേ കമ്പാരിസൺ എടുക്കാൻ പറ്റും. അപ്പൊ രണ്ടിന്റെയും കൺസോൾട്ടേറ്റഡ് റിപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ബിങ്ങിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ആദ്യം വരാൻ വേണ്ടുന്ന റിസൾട്ട് ഈ രണ്ടിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആൻഡ് SEO കണ്ടന്റിൽ ഇവിടെ ഞാനിപ്പോൾ കമ്പാരിസൺ കാണിക്കുന്നില്ല, നമുക്ക് അങ്ങോട്ടേക്ക് വരാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ട്രൈ ചെയ്യാം. അതിനോടൊപ്പം തന്നെ GPT-4-ൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് എക്സ്പ്ലോർ GPTs. ഇവിടെ നമുക്ക് കസ്റ്റംലി നമുക്ക് GPTs ഉണ്ടാക്കാം. നമ്മുടെ പ്ലേ സ്റ്റോർ ഇല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ പോലെ ഇതൊരു GPT-ക്ക് അകത്തുള്ള മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള AI-കളെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്,
പെയ്ഡ് എ ഐകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് SEOയിൽ മാത്രം, കാരണം നിങ്ങൾ ആരും തന്നെ എക്സ്പെർട്ട് ആയിരിക്കില്ല SEOയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എന്താണ് GPT-യിലേക്ക് ചോദിക്കുന്നു ഹൗ ഐ ക്യാൻ ഡു ദിസ് കൈൻഡ് ഓഫ് SEO തിങ്സ് ആൻഡ് യു ആർ ഗെറ്റിംഗ് സം റിസൾട്ട്. ബട്ട് ഇഫ് യു നീഡ് ആൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ യു ക്യാൻ ഹയർ ദീസ് AIs. You can come to this thing and just search SEO. So SEO related ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള GPT റിലേറ്റഡ് SEOസിന്റെ ലിസ്റ്റ് ആണ്. ഇതിൽ AI-യിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് AI ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഓപ്പ് ദോസ് AI and with that AI you can generate or you can do the things. ആൻഡ് ഇവിടെയും കണ്ടന്റിലെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കുഴപ്പമില്ല. ബട്ട് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത്, കാരണം ഇഷ്യൂസ് വരുമ്പോഴും നമ്മൾക്ക് ഈ പറയുന്ന ഒരു ഏജന്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ച ഒരു AI-യെ നമ്മൾക്ക് ഓൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ചാറ്റ് ഇല്ലെങ്കിൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഓൺ തിങ്, ഞാനിവിടെ കേരള ടൂറിസം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു AI ഏജന്റ് ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT-യിൽ വന്ന് പെയ്ഡ് ആയിട്ടുള്ളവർക്ക് സെർച്ച് ചെയ്ത് ഇത് യൂസ് ചെയ്യാം. ഒന്നുകിൽ എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് യൂസേജിന് കൊടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ടൂറിസം ഓൺ കേരള സജഷൻസ് വരുന്നത് പോലും ടൂറിസം റിലേറ്റഡ് ആണ്. ആൻഡ് എപ്പോഴും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് AI വേൾഡിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ, കാരണം ഇറ്റ്സ് കമ്മിങ് ടു AI വേൾഡ്. അപ്പം നിങ്ങളുടേതായ നിങ്ങളുടെ മേ ബി നിങ്ങൾക്കൊരു ഹോട്ടൽ ആവാം, ഇല്ലെങ്കിൽ ഒരു ട്രാവൽ കമ്പനി ആവാം, എനിത്തിങ് യു ക്യാൻ മേക്ക് യുവർ ഓൺ AIs there. അതിനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ GPTs-ൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെയ്ഡ് എല്ലാവരും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ യു ക്യാൻ ഗീവ് ദ നെയിം. ഞാനിപ്പോൾ XYZ എന്ന് പേര് കൊടുക്കുന്നു. And I can give a short description or just ഓക്കെ. ഞാൻ അപ്പം ഇവിടെ ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 2 എന്ന് പറയുന്ന ഒരു ഇതും കൂടിയുണ്ട്. ഇവിടെ 2 തിങ്ങാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ആദ്യത്തെ ക്രിയേറ്റ് എന്ന് പറയുന്നതും കോൺഫിഗ് എന്ന് പറയുന്നത് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ക്രിയേറ്റിൽ നമ്മളടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്ത് റിലേറ്റഡ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഞാനിപ്പം ഈ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഓൺ ഏജന്റ് ജനറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നേരെ വന്ന് കോൺഫിഗിൽ വന്ന് ഓരോ കാര്യങ്ങളും നമ്മൾക്ക് തന്നെ നമ്മുടെ AI സെറ്റ് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് അത് തന്നെ നമുക്ക് വേണ്ടുന്ന AI ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. അപ്പം ഇന്ത്യ ടൂറിസം എന്ന് പറഞ്ഞു, ഡാലി തന്നെ നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നു. ഈ ഇമേജ് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ജനറേറ്റ് അനദർ ഇമേജ് എന്ന് പറഞ്ഞ് എനിക്ക് ഇമേജ് വെക്കാം. ഇന്ത്യ ടൂറിസം ആൻഡ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാം. ഇൻസ്ട്രക്ഷൻസ്, എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം, എവറിത്തിങ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ക്രിയേറ്റ് ചെയ്യാം. മേ ബി ഞാൻ എക്സാമ്പിളായിട്ട് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ട്രാവൽ ഓപ്പറേറ്റർ ചെയ്യുന്ന ഓപ്ഷൻസ് ആയിരിക്കില്ല അടുത്തൊരാൾ ചെയ്യുന്നത്. സോ AI ക്രിയേഷൻ ഇവിടം വരെ എല്ലാവർക്കും കോമൺ ആണ്. അവിടെ നിങ്ങൾക്ക് യുണീക്നെസ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവിടെ ഒരു ഫയൽ അപ്ലോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അവിടെ നിങ്ങളുടേതായ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. മേ ബി നിങ്ങളുടെ മാർക്കറ്റിംഗ് മെത്തേഡ്, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ പ്ലാനുകൾ എങ്ങോട്ടെല്ലാം അവതരിപ്പിക്കുന്നു, എന്താണ് നിങ്ങളുടെ പാക്കേജ്, നിങ്ങളുടെ ഫീച്ചേഴ്സ്, ഇതെല്ലാം കൊടുത്തുകൊണ്ട്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൺ ഡേറ്റ AIക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് AI ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ XYZ കമ്പനിയുടെ പേരത്തുള്ള ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു വരുന്ന ഒരു വിദേശി ഇല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിന് നിങ്ങളുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്നതിന് പകരം ഈ AI ഏജന്റിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് റിസൾട്ട് പറയും അത് അവർക്ക് എടുക്കാൻ കഴിയും. ജസ്റ്റ് അതിന് ഡേറ്റ ഫോർമാറ്റ് വല്ലതും ഉണ്ടോ, ലൈക്ക് എക്സൽ ഫയലിന്?
ഇല്ല, നമ്മൾ Data structure ആണെന്നില്ല. എന്ത് ഡേറ്റ കൊടുക്കുന്നു CSV ഫയലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, ആ ഡേറ്റാസ് എല്ലാം പ്രോസസ് ചെയ്യും. മേ ബി കാരണം അതിൽ വരുന്നത് ടെക്സ്റ്റ് ആണ്, അതിനെ പ്രോംപ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഡേറ്റ മുഴുവൻ സ്റ്റഡി ചെയ്ത്, അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇറ്റ്സ് എ ജനറേറ്റീവ് AI. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ ജസ്റ്റ് പുട്ട് എ ക്രിയേറ്റ് ഓപ്ഷൻ. നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്യാം. എപ്പോഴും നമുക്ക് എന്താണ് AI വരുമ്പോൾ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാം. എവറിത്തിങ് ഇത് സേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓൺ ടൂറിസ്റ്റ് പാക്കേജ് വരുന്നു. സേവ് ചെയ്യുന്നതിൽ തന്നെ ഒൺലി മീ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കസ്റ്റമൈസ്. മറ്റുള്ളവർ കാണാതെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഓൺ AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ മാർക്കറ്റ് പ്ലേസ് ഗ്രോ ചെയ്യുന്ന പോലെ ഒപ്പം തന്നെ നിങ്ങളും പ്രിഫറൻസ് കയറി. കാരണം ഗൂഗിളിൽ നിങ്ങൾ എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തന്നെ എല്ലാവരും ഗൂഗിളിന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഗൂഗിളിലേക്ക് പോകാറില്ല, ബിങ് ചാറ്റ് ഇല്ലെങ്കിൽ ChatGPT-യിലാണ് വന്ന് റിസൾട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോഴേക്കും നാളെ ഒരാൾ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കണോ ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് കാണിക്കണോ എന്നുള്ളത് നിങ്ങൾ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലൊരു AI-യുടെ ക്രിയേഷൻ. ഇറ്റ്സ് എ വേക്കൻറ്റ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ വരുന്നവർക്ക് ആ സ്പേസിലേക്ക് കവർ ചെയ്ത് നിൽക്കാനും സാധിക്കും. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? വൈൽഡായിട്ട് തോന്നാതെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതാണ്. നമ്മുടെ ഒരു മെയിൽ ID ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മെയിൽ ID അതിൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ കംപ്ലീറ്റ് വായിച്ചിട്ട് അവർക്ക് ഇതേപോലത്തെ ഒരു എക്സ്പ്ലോർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അല്ല, ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പെർമിഷൻ ഇല്ല, പക്ഷേ അതിനുള്ള AIസും അവൈലബിൾ ആണ്. വെച്ചാൽ ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺസ് എടുത്തുകൊണ്ട് പെർമിഷൻസ് കൊടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള AI ജസ്റ്റ് ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ലൈവ് കാണിക്കാം. ഇത് മാജിക് AI എന്ന് പറയുന്ന ഒരു ഗൂഗിളിന്റെ എക്സ്റ്റൻഷൻ ആണ്. മാജിക് AI റൈറ്റർ. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞ് ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന മെയിലിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അത് സജഷൻസ് തരും. ആൻഡ് ഞാൻ എന്തുകൊണ്ട് മാജിക് AI വെക്കുന്നു, കാരണം നിങ്ങൾ പല രീതിയിൽ ഹോട്ടൽസ് സെർച്ച് ചെയ്യുന്നതാണ്. ആൻഡ് വെബ് സ്ക്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. കാരണം വെബിലുള്ള എല്ലാ ഡേറ്റാസും കയറി നിങ്ങൾ എടുക്കുന്നു. അതിനുശേഷം പല ഹോട്ടൽ ടൂറിസ്റ്റ് പാക്കേജസ് നിങ്ങൾ പാക്കേജസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു പാക്കേജ് കൊടുക്കുന്നത്. ഞാനപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു മൊബൈൽ പർച്ചേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാം. ആമസോണിൽ ഇവിടെ ഞാൻ ആമസോണിൽ വന്നു, മൊബൈൽസ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതിനെല്ലാം ഞാൻ പുതിയ ടാബുകളിലായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഹോട്ടൽസ് ആവാം, ടൂർ പാക്കേജസ് ആവാം, എനിത്തിങ് യു നീഡ്. അതിനുശേഷം 4 ടാബ് ആഡ് ചെയ്തതിന് ശേഷം വാട്ട് യു സേ ഇതേ മാജിക് റൈറ്ററിലേക്ക് എക്സ്റ്റൻഷൻ ഞാൻ ആഡ് ചെയ്തതിലേക്ക് വരുന്നു. ആൻഡ് അതിൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ട്രാൻസ്ഫർ ടു ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഓൾ ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ഇതുവരെയുള്ള ഇതിൻ്റെ എല്ലാ ഡാറ്റാസും ഈ അനലൈസ് ചെയ്ത് നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റിത്തരും. ജസ്റ്റ് ഈസ് വർക്കിംഗ്. അതിൻ്റെ URL, ലിങ്ക്, പ്രൈസിങ്സ്. സോ നിങ്ങൾക്ക് എന്ത് പാക്കേജസ് അവൈലബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ എടുക്കാൻ പറ്റും. ആൻഡ് ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കൊണ്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് തീരുന്നില്ല. GPT-4 വരുമ്പോൾ ഇതേ CSV ഫയലിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ആമസോണിൽ നിന്ന് എടുത്ത ഇതേ സാധനം കൊടുക്കുന്നു. ആൻഡ് വിച്ച് മൊബൈൽ ഈസ് ബെസ്റ്റ് ഇൻ ദിസ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രോംപ്റ്റുകളാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ചോദിക്കാം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ എല്ലാ പ്ലാനുകളും കൊടുത്തിട്ട് ഞാനൊരു പുതിയ കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്ത് പ്രൈസിങ്സ് ആൾക്കാർക്ക് കൊടുക്കണം. അവിടെ നിങ്ങൾക്ക് 10 പ്രാവശ്യം സെർച്ച് ചെയ്യേണ്ടി വരുന്നില്ല, ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ ChatGPT ഓൾറെഡി അത് അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അനലൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആൻസർ തരുന്നു. ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്നതോ എനിത്തിങ് യു ക്യാൻ ഡു വിത്ത് ദിസ് AIs.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സാധനം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഡിഫറൻസ് വരുന്നത്, ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളും മറ്റൊരാളും തമ്മിൽ ഡിഫറൻസ് വരുന്നത് എന്തുമാത്രം AI ടൂൾസ് അറിയാം ആൻഡ് എങ്ങനെ അതുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് ഹ്യൂമൻ ബീങ്സിന്റെ ഒരുവിധമുള്ള എല്ലാ പർപ്പസിനും AIs അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും വലിയ ബെറ്റർ തിങ് എന്ന് പറയുന്നത് ഇന്നലെ എലൻ മസ്കിന്റെ കമ്പനി പുതിയതായിട്ട് ഹ്യൂമൻ ട്രയൽസ് അവരുടെ ചിപ്പിൽ വെച്ചു. എന്ന് വെച്ചാൽ ഇത്രയും AI കണ്ടന്റ് ഉള്ള ഡേറ്റാസ് ഹ്യൂമൻ ബ്രെയിനകത്തേക്ക് അവർ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ, ന്യൂറോലിങ്ക് എന്ന് പറയുന്ന കമ്പനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സൂപ്പർ ഹ്യൂമൻസ്, നമ്മൾ ബാറ്റ്മാൻ സ്പൈഡർമാൻ സിനിമകളൊക്കെ കാണുന്ന പോലെ തലയ്ക്കകത്ത് ചിപ്പുള്ള ഹ്യൂമൻസും നമ്മുടെ ചുറ്റും വരും. അവർക്ക് ഇതൊന്നും ഗൂഗിൾ ചെയ്യേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ചിന്തിക്കുന്നു, നമ്മുടെ ബ്രെയിനകത്തേക്ക് വരുന്നു. ഇതെല്ലാം ഒരു ഇമാജിനറി കഥയല്ല. ഇന്നലെ ഹ്യൂമൻ ട്രയൽ അതും സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തു. മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കും, ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ റിസൾട്ട്. If you need, it's trying to analyze again. ആൻഡ് ഇവിടെ ഞാൻ ജസ്റ്റ് ഫോൺ ബെസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ എനിക്ക് പറയാം ഇതിന്റെ വിലകൾ കമ്പയർ ചെയ്തിട്ട് എൻ്റെ ബഡ്ജറ്റ് റേഞ്ച് ഇതാണ്. വി ക്യാൻ ബിക്കം മോർ സ്പെസിഫിക്. അപ്പം GPT-യിൽ നമുക്ക് ഒരു ഓപ്ഷനും കൂടി നോക്കിയിട്ട് GPT-യുടെ അടുത്ത് താൽക്കാലികമായി ഗുഡ് ബൈ പറയാം. അതിൽ ഒന്ന് നമുക്ക് പെയ്ഡ് വെർഷനിൽ തന്നെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം ഇതിൽ ട്രയൽ നോക്കാത്തത് കൂടുതൽ പേരും ഫ്രീ വെർഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് പ്ലഗിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഏത് പ്ലഗിൻ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന ഡയഗ്രാംസ് വരയ്ക്കാനും ഈവൻ വയർ ഫ്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ഡയഗ്രാംസ് ഇതെല്ലാം തന്നെ വരയ്ക്കാനുള്ള ഡയഗ്രാംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം എൻ്റെ കമ്പനിയിലേക്ക്, കാരണം എൻ്റെ അടുത്തൊരു ബിസിനസ് പ്രപ്പോസൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹയറാർക്കി എങ്ങനെ, സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ എങ്ങനെ, ഞാനൊരു ജസ്റ്റ് കഥ എഴുതുന്നു, ജസ്റ്റ് ജനറേറ്റ് മീ ദ ഡയഗ്രാം. മുമ്പ് ഞാൻ മണിക്കൂറുകൾ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇല്ലെങ്കിൽ എൻ്റെ പ്രോജക്ട് മാനേജർ ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക്കാണ് ഈ ഡയഗ്രാം വരയ്ക്കുക, ഫ്ലോ വരയ്ക്കുക, എങ്ങനെയാണ് യൂസർ ക്രെഡൻഷ്യൽസ്, ഹയറാർക്കി ഡിസൈൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഈസിലി പറ്റും. ആൻഡ് ഇവിടെ തന്നെ PDF-കൾ അനലൈസ് ചെയ്യാനുള്ള അവൈലബിലിറ്റി നമുക്കുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രോയിങ് എവരി ഡേ. ആൻഡ് അപ്പോൾ നമുക്ക് ഇത്രയും നോക്കിയത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറച്ച് നേരം കൊണ്ട് കഥ പറയുന്നു, എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി നോക്കാം. കാരണം യൂട്യൂബിൽ ഇപ്പം ഷോർട്സ് കാണാത്തതായിട്ട് ആരുമില്ല. വിത്ത് ക്യാൻവയുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഒരു ചെറിയ ഒരു ഷോർട്സ് ഉണ്ടാക്കാം. യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ് കേരളത്തെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ടേബിളായിട്ട് കേരളത്തെക്കുറിച്ചുള്ള കുറച്ചധികം ഫാക്ട്സ്, ഇതും ഞാൻ റിലേറ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ടോപ്പിക്കുകൾ ജനറേറ്റ് ചെയ്യാം. മേ ബി ടൂറിസ്റ്റ് പ്ലേസുകളാവാം, ഹോട്ടൽസ് ആവാം, നിങ്ങൾക്ക് എന്തിലാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു ഡിഫറെൻറ്റ് ക്രൗഡാണ് എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കോമൺ തിങ്സ് മാത്രം യൂസ് ചെയ്ത് പറയുന്നത്. ആൻഡ് അവിടെ എല്ലാം നിങ്ങളുടെ ഇൻപുട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇതിവിടെ ജനറേറ്റ് ആകുമ്പോഴേക്കും ജസ്റ്റ് നമുക്ക് ക്യാൻവയിലേക്ക് വരാം. ഇത് ക്യാൻവ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് ഷോർട്സ് എന്ന് പറയുന്ന ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ബേസിക്കായിട്ടൊരു ടെംപ്ലേറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്.
അതിൽ ടെംപ്ലേറ്റ് ഓപ്റ്റ് ചെയ്തതാണ്. ആ സ്ക്രീൻ ഷെയറിങ്ങിൽ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ തൽക്കാലം എടുത്തു കളയാം. ഓക്കെ, ഇത്തരത്തിലാണ് ഒരു ഫാക്റ്റ് കിടക്കുന്നത്. ഇതിൽ തൽക്കാലം അനിമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൂൾ എന്ന് പറയുന്നത് ബൾക്ക് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ആപ്സിനകത്തേക്ക് വരുമ്പോഴേക്കും അതിനകത്ത് ബൾക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ എൻ്റർ ഡേറ്റ മാനുവലി എന്ന് പറയുന്ന ഓപ്ഷൻസ് എനിക്ക് ഓപ്റ്റ് ചെയ്യാം. ഓൾറെഡി കുറച്ച് ഡമ്മി ഡേറ്റ അവിടെ കിടപ്പുണ്ട്. ഈ ഡേറ്റ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഈ ഡേറ്റ അതേപോലെ അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാണ്. ആൻഡ് നെയിം ഇത്രയും കാര്യങ്ങൾ വെച്ചു. അതിനുശേഷം ഡൺ കൊടുക്കുന്നു. ഇത് പൂർണ്ണമായും ഞാൻ ChatGPT-യിലാണ് ജനറേറ്റ് ചെയ്തത്. അവിടെ വെച്ച് എനിക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അതിനുശേഷം എനിക്ക് ഇവിടെ വന്ന് ആ കണ്ടന്റിനെ കണക്ട് ടു ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് അവിടെ എന്ത് കണ്ടന്റ് ആണ് വരേണ്ടത്, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാക്റ്റ് ആണ് വരേണ്ടത്, ഞാൻ അതിൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് 30, അവിടെ വെച്ച് എനിക്ക് 20 ഷോർട്ട് വീഡിയോസ് അറ്റ് എ ടൈം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റുകളാണ് വേണ്ടുന്നത്, ഇല്ലെങ്കിൽ ടോപ്പിക്സ് ആണ്. അപ്പം നമുക്ക് AI-യുടെ സപ്പോർട്ടോട് കൂടി അറ്റ് എ ടൈം എത്ര വേണമെങ്കിലും കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാം. അതെല്ലാം വിത്തിൻ എ സിംഗിൾ ക്ലിക്ക് നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് നോക്കാം. കാരണം നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം ഇത് വരുന്നു. ആൻഡ് യൂട്യൂബിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക്, ഹാഷ്ടാഗുകളാണ്. ഇതും നമുക്ക് GPT-യിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാം. ആൻഡ് ഇതിന് ഒരു അമേസിങ് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ട്രയൽ നോക്കി 10 മിനിറ്റാണ് ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. GPT-യിൽ നിന്ന് കോപ്പി ചെയ്തു, ഇപ്പുറത്തേക്ക് ഇട്ടു, ബൾക്ക് അപ്ലോഡ് ചെയ്തു. ആൻഡ് എനിക്ക് ആ ഒരു സിംഗിൾ ഡേ 10 മിനിറ്റ് കൊണ്ട് 3.5 അവേർഡ്സിൻ്റെ വാച്ച് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതൊരു ഒരിക്കലും മോശമല്ലാത്തൊരു കൗണ്ട് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് യു ക്യാൻ ഡു വാട്ട് എവർ യു നീഡ്. കാരണം ഇത് ജസ്റ്റ് ഞാനൊരു കളർ ഇട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് കൺട്രോൾ ചെയ്യാം. ഫാക്ട്സിന് പകരം നിങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസ് ഓർ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടന്റിനെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതെല്ലാം തന്നെ യൂട്യൂബിൻ്റെ അൽഗുരിതത്തിലേക്ക് നിങ്ങളുടെ SEO-യിലേക്കും കൂട്ടിക്കൊണ്ടേയിരിക്കും. ജസ്റ്റ് അപ്പം ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലോ. കാരണം ഇത് GPT 3.5-ലും പോസിബിൾ ആണ്. ആൻഡ് വൺ മോർ തിങ്, ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് സിംഗിൾ വീഡിയോ ആയിട്ട് വരാതിരിക്കാനായിട്ട് ഡൗൺലോഡ് സെപ്പറേറ്റ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോന്നിനെയും സിംഗിൾ വീഡിയോസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് യു ക്യാൻ ആഡ് ദി വോയിസ്, ക്യാൻവയിലുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. മെയിൽ ചെയ്ത് കൊടുക്കാം. മെയിൽ ചെയ്യാം.